ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് എയർപോർട്ടിലാണ്. നമ്മളിന്ന് തായ്ലാൻഡിലേക്ക് ട്രിപ്പ് പോകാം കേട്ടോ. നമ്മൾ പോകുന്നത് ദുബായ്, ബഹ്റൈൻ, പിന്നെ ബാങ്കോക്ക് കേട്ടോ. BKK എയർപോർട്ടിലൊക്കെ നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഫ്ലൈറ്റ് 7:10 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, ഡിപ്പാർച്ചർ ചെയ്യുക. നമുക്ക് ടോട്ടൽ 5 ദിവസം നമുക്ക് ചെയ്യാനാണ്. നമ്മൾ തിരിച്ച് ഞായറാഴ്ചയായിരിക്കും നമ്മൾ തിരിച്ചു വരാം. അവിടെ നമ്മൾ ബഹ്റൈനിൽ ഒരു 1.5 മണിക്കൂറിൽ ബഹ്റൈനിലെത്തും. നാളെ ഇൻഷാല്ലാ നമ്മൾ 9 മണിയാകുമ്പോഴത്തേക്കും രാവിലെ നമ്മൾ തായ്ലാൻഡിൽ എത്തുന്നതായിരിക്കും കേട്ടോ. ഗെയ്സ്, നമ്മളിപ്പോൾ ഉണ്ടല്ലോ ബഹ്റൈനിലേക്കാണ് പോകുന്നത് ഫസ്റ്റ്. കാരണം നമ്മൾ കുറേ നാൾ ബഹ്റൈനിലായതുകൊണ്ട് ബഹ്റൈൻ കാണാൻ ഭയങ്കര കൊതിയുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറാൻ പോകട്ടോ. ബഹ്റൈനിൽ പോന്നിട്ട് ഇപ്പോൾ 2.5 കൊല്ലമായി ഇപ്പോൾ കുറേ. പിന്നെ ഇതാ ബഹ്റൈൻ എയർപോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ അങ്ങനെ നമ്മളിതാ ബഹ്റൈനിൽ വന്ന് ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 2.5 മണിക്കൂർ നമുക്കിവിടെ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഫുൾ പോസ്റ്റാണ്. ഈ ബഹ്റൈനിൻ്റെ റിപ്പോർട്ട് പണ്ട് കാണുമ്പോഴേ കുറേ ഗൃഹാതുരത്വം, പണ്ട് കൂടെ കുറേ നടന്നാളെ മീൻസ് നാട്ടിൽ പോകാനൊക്കെ വഴിക്കാനുള്ള പോകും, ഇവിടെ ബഹ്റൈനുള്ള പോകും. അപ്പോൾ അതുകൊണ്ട് എയർപോർട്ട് കാണുമ്പോൾ ഒരു ഇത്. അപ്പോൾ ഇവിടെ നിന്ന് 10:45 ഗേറ്റ് ഓപ്പൺ ആവും. 10:45 നമ്മൾ കയറും. 7 മണിക്കൂറും 10 മിനിറ്റ് നമുക്ക് ട്രാവൽ ടൈം ഉള്ളത്. അതായത് ബഹ്റൈൻ ടു ബാങ്കോക്ക്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ഏരിയയാണ് തായ്ലാൻഡ്. പക്ഷേ നമ്മൾ ഗൾഫ് കൺട്രീസിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നല്ല എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ നാട്ടിൽ നിന്ന് അപ്പോൾ നമ്മളിപ്പോൾ തായ്ലാൻഡിൽ പോകണമെങ്കിൽ നമുക്കൊരു 50,000 മാക്സിമം 50-55 രൂപ നമുക്ക് പോയിട്ട് വരാൻ പറ്റും INR കേട്ടോ. പക്ഷെ നമ്മളിന്ന് ഗൾഫിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ കൺട്രീസിൽ പോകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് നല്ല ചാർജ് വരും. ബാക്കി ലാൻഡ് പാക്കേജ് വളരെ ലാൻഡ് പാക്കേജ് നമുക്ക് നോർമൽ അവിടുത്തെ ഒരു 25,000 20,000 ഒക്കെ നമുക്ക് നല്ലത് കിട്ടും നമ്മുടെ റേഞ്ചിൽ. പിന്നെ അത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റാണ് നമുക്ക് കുറച്ച് അധികം നമുക്ക് എക്സ്പെൻസ് വരാൻ സംഭവം. അത് ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് പെർ ഹെഡ് എങ്ങനെ പിടിച്ചാലും നമുക്കൊരു 40,000 സംതിങ് വരും. അപ്പോൾ നാട്ടിൽ നിന്ന് പോകലാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇനി ഇവിടുന്ന് പോകുന്നവരാണെങ്കിൽ ഒരു 2 മാസം മുന്നൊക്കെ ടിക്കറ്റ് നേരത്തെ കൺഫേം ചെയ്ത് വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ല റീസണബിൾ ടിക്കറ്റ് കിട്ടും. എയർ ഇന്ത്യക്ക് നല്ല ഫെയർ ഉണ്ട് കേട്ടോ. കുറച്ച് നമുക്ക് ഇപ്പോൾ നമ്മൾ പോകുന്ന ഗൾഫ് എയർ ആയതുകൊണ്ട് കാരണം വെച്ചാൽ നമുക്ക് അവിടെ ലാസ്റ്റ് ദിവസം നമുക്ക് നൈറ്റാണ് അവിടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ നമുക്ക് കുറച്ചുകൂടി സ്ഥലത്തൊക്കെ പോകാനായിട്ട്, അതുകൊണ്ട് നമ്മൾ എയർ അറേബ്യ ചൂസ് ചെയ്തു. ഗൾഫ് എയർ രാവിലെ ഉണ്ട്, അപ്പോൾ അതിന് ചെറിയ പൈസയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഗൾഫ് കൺട്രീസിൽ നിന്ന് പോകുന്ന ആൾക്കാർ ഒരു 2 മാസം മുന്നേയൊക്കെ മാക്സിമം മുമ്പ് ടിക്കറ്റ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ ആദ്യം ബഹ്റൈനുള്ള സമയത്ത് നാട്ടിൽ പോകാൻ വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത ഇതേ സ്ഥലങ്ങളാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് അന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞില്ല കേട്ടോ. നമ്മളിരിക്കുന്ന സ്ഥലം അങ്ങനത്തെ മീൻസ് ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ് കയറി പോകുന്ന സമയം. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് ഇപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് പഴയൊരു ഇവിടെ ഇങ്ങനെയൊക്കെ വണ്ടിയൊക്കെ ഒരു നഷ്ട സാധനം വരുന്നുണ്ട്. ബഹ്റൈൻ നല്ല കൺട്രി ഒന്നും. പക്ഷെ നാട്ടിൽ പോകാൻ കുറച്ച് പാടാണെന്നുള്ളൂ. ഫ്ലൈറ്റ് കുറവുള്ള പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളി, വേറെ യാതൊരു പ്രശ്നമില്ല. അങ്ങനെ അപ്പോൾ ഒന്ന് ഫ്ലൈറ്റ് എന്താ കഴിച്ചാൽ നമ്മൾ ഇത് കഴിച്ചു, ഒരു കണ്ടല്ലോ മറ്റേ ഇത് ഒരു സാൻഡ്വിച്ച് കഴിച്ചു. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് രാത്രി എന്തായാലും ഫുഡ് ഉണ്ടാവും, ഡിന്നർ ഉണ്ടാവും. എന്തായാലും 7 മണിക്കൂർ ട്രാവൽ ടൈം ഉണ്ട്, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നോക്കാം എന്തായാലും. നമ്മൾ രാവിലെ 9:50 നമ്മൾ എത്തും കേട്ടോ. നമ്മൾ പോകുന്നത് BKKയിലാണ് കണ്ടോ, എയർപോർട്ടാണ് കേട്ടോ. BK എയർപോർട്ടിൽ നമ്മൾ പോകുന്നത്. നമ്മുടെ അവിടെ ക്യാബ് ഉണ്ടാവും. നമ്മൾ നേരെ ഇതിനടുത്ത് നമ്മൾ നേരെ പട്ടായയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത്. പട്ടായയാണ് നമ്മുടെ ഹോട്ടലുള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്തി തരാം. ഒരു പറ്റം ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ട്. ഒരു 10, 20, മൊത്തം 40 പേരുണ്ട്. ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അവരെല്ലാവരും പല സ്ഥലത്തിൻ്റെ സ്പിറ്റൊക്കെ എടുക്കാം. നാളെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നതാണെന്ന് അറിയോ, ബാങ്കോക്കിലേക്ക് കേട്ടോ. ഇനി നീണ്ട 7 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഇൻഷാല്ലാ നമ്മൾ രാവിലെ ബാങ്കോക്കിലെത്തും. ഓക്കെ, അത്യാവശ്യം നല്ല വലിയ ഫ്ലൈറ്റാണ് കേസ്. 3 റോ ഉണ്ട് മൊത്തത്തിൽ. ഇത് വലിയ ഫ്ലൈറ്റല്ലേ. ഇതാ നമുക്കൊരു കമ്പിളി വന്നിട്ടുണ്ട്, പിന്നെ ഹെഡ്സെറ്റ് ഓക്കെ. പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല സ്പേസ് ഉണ്ട്. ഫ്ലൈറ്റ് മൊത്തത്തിലല്ലേ നന്നായി ഉറങ്ങാൻ പറ്റുന്ന അതേ സെറ്റ്. ഏതുപോലെ കണ്ടത്
ഗൈസ് ഇതാ ഞങ്ങളിതാ പടം കാണും ഗൈസ്. നമ്മുടെ കൂടെ പുതിയൊരു പെണ്ണുണ്ട് കേട്ടോ, അരവിന്ദ്. ഇതാ ഞങ്ങളുടെ കൂടെ ഉള്ള കേട്ടോ. വിശന്നിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ഡിന്നർ എത്തിയിരിക്കുകയാണ്. ചിക്കൻ റൈസും ബണ്ണും പിന്നെ ഒരു കേക്കും പിന്നെ ബട്ടറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എത്താനായിട്ടാണ്. കേസ് അപ്പോൾ നമ്മളിതാ തായ്ലാൻഡിലെത്തിയിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് ഫ്ലൈറ്റോടെ ലാൻഡ് ചെയ്തു. നമ്മളിഞ്ഞ് വിസയ്ക്ക് വേണ്ടി പോവുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 ക്യൂ ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് തന്നെ എമിഗ്രേഷൻ പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ബാത്ത് 200 സംതിങ് ബാത്ത് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് നോർമൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീജിയർ മുന്നോട്ട് പോവാം. അതിന് വേറെ ഫീയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഉറക്കങ്ങൾ ശരിയായിട്ടില്ല ശരിക്കും. കുറച്ച് ഉറങ്ങിയില്ല. അങ്ങനെയൊക്കെ ഒരു വൈബിലാണ് പോയി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പട്ടായൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൈഡോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാഗേജ് എടുക്കാനുണ്ട്. ബാഗേജ് എടുത്ത് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങും. നമുക്കിവിടെ സിം എടുക്കണമെങ്കിൽ സിം എടുക്കാം കേട്ടോ. കാരണം 399 ബാത്ത് കൊടുത്താൽ, തായ് ബാത്ത് കൊടുത്താൽ നമുക്കൊരു 8 ദിവസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും ഇൻ്റർനെറ്റ് 5G സ്പീഡിൽ. അപ്പോൾ നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞു. നമ്മളത് ജസ്റ്റ് പുറത്തിറങ്ങാൻ പോകട്ടോ. നമ്മുടെ ഗൈഡ് ഉള്ളതേ ഗേറ്റ് 3ലാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3ലെത്തിയിരിക്കുകയാണ്. ആളിനെ കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്തട്ടെ. ഇവിടെ എവിടെയുണ്ട്. സബാഡിക. നമ്മളിതാ ബാങ്കോക്കിൽ ഇറങ്ങി ഇപ്പോൾ നമ്മൾ പട്ടായക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി പോകുന്ന വഴിക്ക് കഴിക്കണം. പിന്നെ നമ്മൾ ഇവിടെ ചൂടിപ്പോൾ കുറവാണ്, മീൻസ് 30 ആണ് ഇപ്പോൾ നിലവിൽ ചൂടുള്ളത്. ഗൈസ് റംസ് വിജയുടെ പാട്ട് വയ്ക്കാൻ കേൾക്കണം. അപ്പോൾ നമ്മൾ ചെറിയൊരു നമ്മൾ ഫുഡ് കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു താൽക്കാലിക ശമനത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞൊരു കഫേ കയറി ഒരു കോഫി വാങ്ങിച്ചു. പിന്നെ കുറച്ച് 2 കേക്ക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഇനിയിപ്പോൾ തിരിച്ച് പോവാണ് കേട്ടോ. ഇത്ര വാങ്ങിച്ചപ്പോൾ ഇത്ര 137 തായ് ബാത്തായി. ഒരു ലാറ്റ വാങ്ങിച്ചു. പിന്നെന്താ ഒരു സ്ലോ പോലത്തെ ഒരു 1 ഐറ്റംസ്, ക്രീമൊന്നുമില്ല, ജസ്റ്റ് നോർമൽ. പിന്നെ ഇത് എന്താ ചീസ് കേക്ക്, ഒരു ബട്ടർ കേക്ക് വാങ്ങിച്ചു. പിന്നെ ഇത് ക്രീമാണ്. നമ്മുടെ ക്രീം ബണ്ണ് നാട്ടിലില്ലേ, അതിൻ്റെ സ്ലൈസ് പീസ്. ടേസ്റ്റ് അറിയില്ല, കഴിച്ചു നോക്കിയിട്ട് പറയാം. മൊത്തം 137 ബാത്തായി. നമ്മളെങ്ങനെതാ നമ്മുടെ ഹോട്ടലെത്തിയിരിക്കണം കേസ്. ഹോട്ടലെത്തിയിട്ട് പറയാം. ബീച്ച് നമ്മുടെ അപ്പുറത്തെ ഹോട്ടലാണെന്ന് തോന്നുന്നുണ്ട് കേസ്. തൊട്ടപ്പുറത്തെ ഹോട്ടലാണെന്ന് തോന്നുന്നുണ്ട്. ഐ തിങ്ക് തൊട്ട് സ്ട്രൈറ്റ് നമ്മുടെ ബീച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വന്നിറങ്ങിട്ടോ. നമ്മുടെ ഹോട്ടൽ വന്നിറങ്ങി. തൊട്ട് ഫ്രണ്ടിൽ ബീച്ചാട്ടോ, ഫുള്ള് ബീച്ചാണ്. ബീച്ച് വ്യൂ ആണെന്ന് അറിയില്ല, പോയി നോക്കണം. അപ്പോൾ നമ്മളിനി റൂമിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങും. നമുക്കിത് പ്രത്യേകിച്ച് ഐറ്റനറിയൊന്നുമില്ല, കാരണം നമ്മളിന്ന് ഒരുപാട് ട്രാവൽ ചെയ്ത് തന്നുകൊണ്ടേ. അപ്പോൾ നോക്കട്ടെ, അപ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ക്യാബ് എനിക്ക് വരുമോ? ക്യാബ് ഫസ്റ്റ് ടൈം പറയുന്നത് 6:30 to 10:30. ഇപ്പോൾ നമ്മളിതാ റൂമിലെത്തിയിരിക്കുകയാണ്. ഓക്കെ പോട്ടെ. നമ്മൾ റൂം വരുന്ന എത്ര? 1273. യാ ദിസ് വൺ നമ്മുടെ റൂം കേട്ടോ. തുറക്കാം. രണ്ട് ഇതുണ്ട്. നമ്മൾ കുളിച്ചിട്ട് ഇടാനുള്ള ഗൗണുണ്ട്, ചെരുപ്പുണ്ട്. ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ 150 ബാത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ വാഷ്റൂം നൈസ് വാഷ്റൂം കേട്ടോ, നല്ല
സ്പെഷ്യൽ ചെയർ മാത്രം. നമുക്ക് ഇവിടുന്ന് കാണാൻ നമുക്ക് ഇത് ഉണ്ട് കേട്ടോ, വിൻഡോ ഉണ്ട്. വിൻഡോയിൽ മറ്റേ കട്ടറുണ്ട്, സ്ലൈസ് കട്ടൺ കേട്ടോ, സ്ലൈഡ്സ് കട്ടൺ ഉണ്ട്. പിന്നെ നോർമലുള്ളത് കല്ലുണ്ട്. നമ്മുടെ ബെഡ്, സ്പേസ് ഉണ്ട്. പിന്നെയുള്ള എന്താ TV ഉണ്ട്, വർക്ക് സ്പേസ് ഉണ്ട്. പിന്നെ ഇതന്നെ നമ്മുടെ റൂമിൻ്റെ വ്യൂ കാണിച്ചു തരാം. വ്യൂ വരുന്നത് സിറ്റി വ്യൂ ആണ് കേട്ടോ. ഇതിന് മൊത്തം 3 വ്യൂ ഉണ്ട്. ഒന്ന് നമ്മുടെ ബീച്ച് വ്യൂ ഉണ്ട്, പിന്നെ സിറ്റി വ്യൂ, പിന്നെ വരുന്നത് എന്താ പിന്നെ ഐ തിങ്ക് ടേബിളും ഒരു ചെയറും ഉണ്ട്. നമ്മൾ 12th ഫ്ലോറിലാണ് കേട്ടോ. അത്യാവശ്യം കാണാൻ നിൽക്ക്. ഈ ഒരു കൺജസ്റ്റഡ് ഏരിയ ഉണ്ട്. താഴത്ത് നോക്കുമ്പോൾ ഇതാ കാണുന്നുണ്ട് ബീച്ച് കാണുന്ന ഇപ്പുറ സൈഡ്. ഇതാ ആ കാണുന്നതാണ് ബീച്ച് സൈഡ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വന്നത്, ആ ബീച്ച് സൈഡിൽ നിന്ന് വന്നത്. നല്ല ചൂടുണ്ട്. 30 ഡിഗ്രീസാണ് പറഞ്ഞിരുന്നത് രാവിലെ. ഇപ്പം എത്രയെന്നറിയില്ല, നല്ല ചൂടുണ്ട്. നമ്മളിഞ്ഞ് ഫ്രഷ് ആവണം, കാരണം നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് ചെറുതായിട്ട് ഫുഡ് കഴിച്ചു. നമ്മൾ കണ്ടു കിടന്നു, ചെറിയ കോഫി കാലം കുടിച്ചിട്ട് ഓക്കെ ആക്കി. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷ് ആവണം, കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ടൈഗർ സൂവിലേക്ക് പോകണം. അവിടെ 6 o'clock വരെയാണ് അതിൻ്റെ എൻട്രി ഉള്ളത്. അതിൻ്റെ സമയത്ത് എത്തണം, ഇത് കഴിക്കണം. പിന്നെ ഇന്ന് റെസ്റ്റാണ്. നാളെ നമ്മൾ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിവേ നമ്മളെന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ബൈ. നമ്മൾ ടൈഗർ പാർക്ക് എത്തിയിട്ടോടെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി നമ്മൾ പോകും. ഓ സാധനം നോക്ക് മോനെ, സാധനം നോക്കല്ലേ. സാധനം ഉണ്ട്, എന്ത് സാധനം എന്നാ. ഇതിൻ്റെ അടുത്ത് പോയി എങ്ങനെ നിൽക്കാനാണ് എനിക്ക് പേടിയുള്ള കേട്ടാ. ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കാനെ പേടി കണ്ടിട്ട് തന്നെ. നമുക്കതിൽ ഡിഫറെൻ്റ് ആയിട്ട് സാധനമുണ്ട്. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈഗേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് പല റേറ്റിൽ പല സൈസിൽ നമുക്ക് അവൈലബിൾ ഉണ്ട്. കുട്ടികൾക്ക് 15 വയസ്സ് താഴെ കുട്ടികൾക്ക് 510 ആണ് എമൗണ്ട് താഴെ. എൻ്റെ മോനെ അടുത്തുനിന്ന് കാണതാ. ഓ പക്ഷെ നേരിട്ട് കാണും ഭയങ്കര ഹോറിബിൾ ഫീൽ കേട്ടോ. ശരിക്കും പേടിയാവും. ഓ ഏതാ സാധനം നോക്കല്ലേ. ഒരു 10-250 കിലോ ഉണ്ടാവും എന്തായാലും. ആൾക്കാരത് ഇവിടെ നിന്നാണ് ടിക്കറ്റായിട്ട് ഇവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഉള്ളിൽ പോയി അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ ഇത് നടക്കാനായിട്ട് നമുക്ക് കയറാൻ തന്നെ പേടിയാണ്. നമ്മൾ മെയിനായിട്ട് പറഞ്ഞൊപ്പിച്ച് വരാൻ കാരണം ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടിട്ടാണ് ഈ പേടിയാണ്. പക്ഷെ കയറിയ കൊള്ളാമെന്നുണ്ട്. നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ. ഇവർ ചെറുത് മുതൽ വലുത് വരെ ഉണ്ട്. പിന്നെ പല സംഘടനകളിൽ പെട്ടതുണ്ട്. വൈറ്റ് ഉണ്ട്, പിന്നെ ചെറുതുണ്ട്, 15 വയസ്സ് പ്രായമായ ചെറിയ ഇതുണ്ട്, കടുവയുണ്ട്. അങ്ങനെ പലതിൻ്റെ കൂടെ ഫോട്ടോ പല റേറ്റുകളാണ്. ഏറ്റവും ചെറുത് 510 510, പിന്നെ 900, പിന്നെ 800 ബാത്തട പറയുന്നത്. പിന്നെ 1200, 1050, 2005 ആ ഒരു റേറ്റാണ്. പിന്നെ മുകളിലേക്കുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കണതാ. ഓ സാധനല്ലേ ഗൈസ്, ഇത് ഭയങ്കര പേടിയാണ്. നമ്മൾ ഷോ എടുത്തു ഗൈസ്. എന്നുണ്ട് നല്ലതാണോ? എടുത്തോ. ഇവിടെ ഫുൾ ഇഷ്ടം പോലെ അതിൻ്റെ ക്ലോത്ത് മേടിക്കുന്നുണ്ട്. ചെറുത് വലുതുമായ പല സൈസിൽ, പല നിറത്തിൽ, പല ഭാവത്തിൽ. അങ്ങനെ പുലിയിലും കണ്ട് അവസാനം ഞങ്ങളത് ഇറങ്ങാൻ നിൽക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ പോകുന്നത് നമുക്ക് ഇനി 7:45, 8 മണിക്ക് നമുക്ക് ഫുഡ് കണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. ഓക്കെ,
എല്ലാം കണ്ട് ഞങ്ങളിതാ ഒരു നല്ല വിശക്കുന്നുണ്ടേ. ഇവിടെ മാംഗോ ഉണ്ട്, പേരക്കയുണ്ട്, എല്ലാം ഉണ്ട്. മാംഗോ 50, ഇത് ഗുവ 50, 55. തൈബാത്താണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഡ്രസ്സായിട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടേ വേണ്ടല്ലേ? നമ്മൾ പിന്നെ ഒരു ഗുവ വാങ്ങിച്ചിട്ടോ. നല്ല മഴ ഇങ്ങനെ പെയ്യണം, നല്ല കാറ്റ്. അയ്യവ ദുബായിലേ നിൽക്കുമ്പോൾ നാട്ടിൽ നല്ല മഴ കൊള്ളാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഇവിടെ മലേഷ്യ അല്ല തായ്ലൻഡ് വന്നപ്പോൾ നല്ല മഴ ഇങ്ങനെ പൊട്ടിക്കണം, നല്ല കാറ്റും. ഓ എല്ലാവരും ഓടി കയറാണ് മാളിലേക്ക്. ഔ മാള് ഫുള്ളായി ഗൈസ്. അങ്ങനെ ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോയി പിന്നെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ കാണാം. ബൈ.